നമസ്കാരം. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ആം ആദ്മി പാർട്ടിയുടെ തലവനും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ BJPക്കെതിരെ ഒരു ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. ദില്ലിയിലെ ആം ആദ്മി പാർട്ടി സർക്കാരിനെ അട്ടിമറിക്കാൻ തീവ്ര ശ്രമം നടക്കുകയാണ് എന്നും തന്റെ 7 MLAമാർക്ക് BJPയിൽ ചേരാനായി 25 കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നുമായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണം. ആം ആദ്മി പാർട്ടി MLAമാരുമായി BJPയുടെ നേതൃത്വം ചർച്ച നടത്തി എന്ന് പോലും അദ്ദേഹം സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിക്കുകയും ചെയ്തിരുന്നു. ഈ ആരോപണത്തിന് തൊട്ട് പിന്നാലെ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലെത്തി പോലീസ് ഒരു നോട്ടീസ് കൈമാറി ആരോപണം സാധൂകരിക്കുന്ന തെളിവുകൾ എത്രയും പെട്ടെന്ന് ഹാജരാക്കാനായിരുന്നു ആ നോട്ടീസിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു തെളിവും ഹാജരാക്കാൻ ആം ആദ്മി പാർട്ടിക്കോ അരവിന്ദ് കെജ്രിവാളിനോ സാധിച്ചിരുന്നില്ല. ഇപ്പോഴിതാ ആ ഒരു വലിയ ആരോപണം നടന്ന് ആഴ്ചകൾ പിന്നിടുമ്പോൾ കെജ്രിവാളിനെ ജയിലിലാക്കിയതോടുകൂടി ദില്ലി പഞ്ചാബ് സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനും MLAമാരെ മറുകണ്ഠം ചാടിക്കാനും BJP വ്യാപകമായി തന്നെ ശ്രമിച്ചേക്കുമെന്ന തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരിക്കുന്നു. ഇത്തരത്തിൽ നേതാക്കളെ മറുകണ്ഠം ചാടിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ആം ആദ്മി പാർട്ടി തകർന്നടിയും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിശ്വാസ്യതയുള്ള ഒരു നേതൃത്വത്തെ ചുരുങ്ങിയ സമയത്തിനുള്ളിലൊന്നും ഉയർത്തിക്കൊണ്ട് വരുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആം ആദ്മി പാർട്ടിയെ BJP തകർത്താൽ അടുത്ത ഉന്നം കോൺഗ്രസിനെ ആയിരിക്കും എന്ന ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയത്തിൽ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്കൊപ്പം നിൽക്കുന്നത്. 70 അംഗ ദില്ലി മന്ത്രിസഭയിൽ ഇപ്പോൾ 62 MLAമാരാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത്. BJPക്കാവട്ടെ 8 MLAമാർ മാത്രവും. BJP ഇതിനോടകം 21ഓളം MLAമാരുമായി ചർച്ച നടത്തി എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളും മറ്റും പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ് അവർക്കുണ്ടായിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ അഥവാ ജാമ്യം നേടി പുറത്തു വരികയാണെങ്കിൽ അദ്ദേഹം BJPയെ കടന്നാക്രമിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് വർദ്ധിത കൂടി തന്നെയായിരിക്കും. തീർച്ചയായും ഇത് ആം ആദ്മി പാർട്ടിക്ക് കൂടുതൽ മൈലേജ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തേക്കാം. പക്ഷേ അതല്ല, അടുത്ത കേസിൽ, അതായത് ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കൂടി അരവിന്ദ് കെജ്രിവാളിന് ഒരു അറസ്റ്റ് നേരിടേണ്ടി വന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണത്തിനിറങ്ങാൻ പോലും അരവിന്ദ് കെജ്രിവാളിന് സാധിക്കുകയില്ല. തീർച്ചയായും ഇത് പാർട്ടിയുടെ അടിത്തട്ടുലയ്ക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മലയാളം.